ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും എന്നും യങ് ആയിട്ടിരിക്കാനല്ലേ. ഏജിങ് ഒന്നും വരാതെ നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കുന്ന സ്കിൻ കിട്ടാൻ ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്കിൻ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ സ്കിൻ ഒരിക്കലും അങ്ങനെ ഇരിക്കാറില്ല. ഒന്നീ ബ്രേക്ക് ഔട്ട്സ് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പാടുകൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു നല്ലൊരു പാട് വന്നിട്ടുണ്ടല്ലോ, ഒരു ബ്രേക്കൗട്ട്സ് വന്നതിൻ്റെയാണ്. അതിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് അങ്ങോട്ട് പെട്ടെന്ന് മാഞ്ഞു പോണില്ല. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സ്കിൻ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ യങ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്രീമുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയാം. നമുക്ക് നല്ലൊരു ബോട്ടോക്സ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത നല്ലൊരു എഫക്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ്. അതായത് നമുക്ക് ഏജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിങ്കിൾസ്, ഏജ് ആവുന്നതിന് മുന്നേ ചിലർക്ക് റിങ്കിൾസ് ഫോം ചെയ്യും. അങ്ങനെയുള്ള റിങ്കിൾസ് കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ്, ഫൈൻ ലൈൻസ്, പിഗ്മെൻറ്റേഷൻ, ആക്നെ മാർക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലപോലെ ഗ്ലോയിങ് ആയിട്ടിരിക്കാനും എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കാനും നല്ലൊരു, നിങ്ങൾ എപ്പോഴും കൊറിയൻകാരെ ശ്രദ്ധിച്ചിട്ട് അവരുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവർ എന്താണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടൊരു ജനറ്റിക് ആണെന്ന്. അത് വെറുതെയാണ്. അവരുടെ റിയൽ സ്കിൻ ചിലപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാത്തവരത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയല്ല, എല്ലാവരുടെ സ്കിന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് അവരുടെ സ്കിൻ അങ്ങനെ ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്രത്തോളം സ്കിൻ കെയർ ചെയ്യുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ ഒരു CTM റൊട്ടീൻ എന്ന് പറയുന്നത് തന്നെ ഏകദേശം ഒരു 10ഓളം സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, ആഴത്തിൽ അവർ സ്കിൻ കെയർ ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ സ്കിൻ എപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യാത്തവരുടെ സ്കിൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൊറിയൻകാരുടെ സ്കിന്നിന് എല്ലാവരുടേതും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. കാരണം ആഗ്നയുള്ളവരും പിമ്പിൾസ് ഉള്ളവരും പിമ്പിൾസ് മാർക്സ് ഉള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പലപ്പോഴും വീഡിയോയ്ക്കകത്തും കണ്ടിട്ടുണ്ടാവും. പലരും ഒരു മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്യുമ്പോൾ അവരെ റിയൽ സ്കിന്നും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വരുമ്പോൾ ഇരിക്കുന്ന സ്കിന്നും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. തുണിയടിക്കുന്ന ശബ്ദമൊക്കെ താഴത്തെ വീട്ടിൽ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, അത് റിങ്കിൾസ് നന്നായിട്ട് കുറയ്ക്കും. പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ മാറ്റി ആക്നെ മാർക്സ് ഒക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല യങ് ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു പരിധിവരെ ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിങ്കിൾസ് ഒക്കെ കുറച്ച് നല്ലൊരു ബോട്ടോക്സ് ചെയ്തൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലേ, സെലിബ്രിറ്റീസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്കിൾസ് വരാണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. അത് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്, കെമിക്കലി അല്ല നിങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിഗാനോ ലീവ്സാണ്. ഇത് അങ്ങാടിക്കടയിലും അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും പിന്നെ വന്നിട്ട് നമ്മുടെ ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. നിങ്ങൾക്ക് എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് മേടിക്കുക കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഈ ഒറിഗാനോ ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്സൊക്കെ കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുത്തേക്കുന്നത് ഫ്ലാക്സീഡ് സീഡാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡ് നിങ്ങൾക്ക് അറിയാമല്ലോ ബെനിഫിറ്റ്. അതിനുശേഷം നമ്മളിത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. നല്ലപോലെ തിളപ്പിച്ച് അതിനൊരു 4/1 ഏകദേശം ആക്കി വറ്റിക്കണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ നിൽക്കേണ്ട. പക്ഷേ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കണം. ഒരുപാടങ്ങ് കുറുകി പോകാൻ നിൽക്കരുത്. നമ്മളിങ്ങനെ കോരി ഒഴിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അപ്പോൾ നമുക്കൊരു കൊഴുത്ത കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കണ്ടോ, ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് കുറേ കൂടി തിക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കൊഴുത്ത കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഒരു അരിപ്പയിൽ അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം മാറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ഫ്ലാക്സീഡ് ഒറിഗാനോ ലീവ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി അതിൻ്റെ എസൻസ് എല്ലാം നമ്മൾ ആ ഒരു വെള്ളത്തിലും ആ ഒരു ജെല്ലിലേക്കും ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി അരിച്ചെടുത്താലാണ് നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. ഇത് ചൂടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറേ കൂടി ഇത് തിക്കാവും. അപ്പോൾ നമുക്ക് നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഏകദേശം ഇത് തണുത്തിട്ടുണ്ട് കണ്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു ജെല്ല് ബേസിലേക്കായിട്ടുണ്ട്. ഇനി അത് നമ്മൾ നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
എങ്കിലേ നമുക്കത് കറക്റ്റൊരു ഫോമിൽ നമുക്ക് ക്രീമാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും, നല്ലപോലെ ക്രീമായിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്കിനി ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ്, റോസ് മിക്സ് ആയിട്ടുള്ള അലോവേര ജെല്ല്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അലോവേരയുടെ ജെല്ല് എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ക്വാണ്ടിറ്റി അറൗണ്ട് ഒരു 1 മന്ത് എബോവ് യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. നിങ്ങൾ ആദ്യം തയ്യാറാക്കുമ്പോൾ സാമ്പിൾ തയ്യാറാക്കി നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം വലിയ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കിയാൽ മതിയോ. പിന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. ഈ ഒരു ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കാൻ പാടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു വലിയ 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അലോവേര ജെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കുംബർ ജെല്ല്, ഹിബിസ്കസ് ജെല്ല്, ഓറഞ്ച് ജെല്ല് അതൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാം. അതെടുത്തതിന് ശേഷം ഞാൻ ചെയ്യണ പോലെ ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച ജെല്ലുണ്ടല്ലോ, അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാക്കി എടുത്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി അതൊരു ജെല്ലി കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് അലോവേര ജെല്ല് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചെയ്താൽ കുറച്ചുകൂടെ ക്രീമി ആയിട്ട് കിട്ടും. ഇല്ലാത്തവർക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയ ജെല്ല് തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നർ സ്റ്റോർ ചെയ്യാം. പക്ഷേ എസെൻഷ്യൽ ഓയിൽ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് വയ്ക്കുന്നത് കുറച്ചൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നോർമൽ ടെമ്പറേച്ചറിൽ ഇത് ഇരിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ക്രീം തയ്യാറാക്കിയ ജെല്ല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ തയ്യാറാക്കിയ ജെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജെല്ലെന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു ഇങ്ങനെ ഒരു കൊഴുകൊഴുത്ത കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് അത് മിക്സായി വരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ നോർമൽ അലോവേര ജെല്ലോ ഫ്ലാക്സീഡ് ജെല്ലോ പോലെ അല്ലല്ലോ, കുറച്ചുകൂടി കൊഴുത്ത കൺസിസ്റ്റൻസി. അത്ര നാച്ചുറൽ വെയിൽ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അതുകൊണ്ട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജെല്ല് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചേക്കാം ഫ്ലാക്സീഡിൻ്റെ ആ ഒരു ജെല്ലുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ മൊത്തം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ 2 സെക്ഷനായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഒരുമിച്ച് ആഡ് ചെയ്താൽ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ കണ്ടോ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു റെഡ് പോലെ വന്നത് നമ്മൾ അലോവേരയുടെ ജെല്ലിൻ്റെ കളറാണ്. ക്ലിയർ അലോവേര ജെല്ലാണെങ്കിൽ നമ്മൾ ഓൾറെഡി കാണിച്ച ഫ്ലാക്സീഡ് ജെല്ല് തയ്യാറാക്കിയ ഒരു കളറിലേ കിട്ടുള്ളൂ കേട്ടോ, വേറെ കളറിലൊന്നും ആയിരിക്കില്ല. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും എസെൻഷ്യൽ ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വിറ്റമിൻ ഇയുടെ ഓയിലോ ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് കുറച്ച് റോസ് വാട്ടറും അല്ലെങ്കിൽ ഗ്ലിസറിനും ഇത് ഏതെങ്കിലും കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഹണി സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൻ ടൈപ്പാരുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു നാച്ചുറൽ വെയിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള ക്രീമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളത് ഉണ്ടാവും. നമ്മളിങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇത് ഷെൽഫ് ലൈഫ് കുറവാണ്, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക. മാക്സിമം 1 മന്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒട്ടും നനവ് തട്ടാതെ നോക്കുക, അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഫംഗസൊക്കെ കയറിയിട്ട് പിന്നെ ആകെ പണിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യേണ്ടതും എന്ന് നോക്കാം കേട്ടോ. അത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ക്രീം തയ്യാറാക്കി എന്നുള്ളത് കണ്ടോ. ഈ ഒരു ഷെയ്ഡിലാണ് നമ്മുടെ ക്രീം ഉണ്ടാവുക. അതിന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ CTM റൊട്ടീനൊക്കെ കഴിഞ്ഞ് ഒരു 2 hours ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്രീം നമ്മുടെ ഫേസിൽ ഇതുപോലെ എടുത്ത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് പിഗ്മെൻറ്റേഷനോ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉള്ള ഭാഗത്ത് നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്കിൻ താഴേന്ന് മുകളിലേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിംഗ്ലിങ്സ് ചെയ്യും കേട്ടോ. ഒരിക്കലും സ്കിൻ ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്യരുത്, മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും റിങ്കിൾസ് ഉള്ളവരും കറുപ്പുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് പകൽ സമയത്ത് പറ്റില്ല, നൈറ്റ് ടൈമിൽ വേണം ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട്. എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഒരു 7 ഡേയ്സിലൊക്കെ നല്ല വിസിബിൾ ചേഞ്ച് അറിയാനായിട്ട് പറ്റും. നമ്മുടെ ജോ ലൈനൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ.